വെൽക്കം ഓൾ. എല്ലാവർക്കും ഷുവർ ഷോട്ട് PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും +2 പ്രിലിംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ +2 പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. മെയ് 22-നാണ് എക്സാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ 10th ലെവൽ ആൻഡ് 12th ലെവൽ മെയിൻസ് നമ്മുടെ മുന്നിൽ വരാനായിട്ടുണ്ട്. മെയിൻ പരീക്ഷ വരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള വലിയ ജോലികളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ എക്സാമൊന്നുമില്ല എന്ന രീതിയിൽ ആരും ഇരിക്കരുത്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പഠിച്ച് മുന്നേറണം. ഇപ്പോൾ ഫോഴ്സിലേക്കുള്ള എക്സാമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഫിസിക്കൽ പ്രാക്ടീസ് കൂടി ചെയ്യുക. നല്ല രീതിയിൽ ഫിസിക്കൽ ചെയ്തു പോവുക. ഇപ്പോൾ എന്താണ് ഡേറ്റ് നമുക്കറിയില്ല, ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും എന്താണ് ഫിസിക്കൽ ചെയ്തു പോവുക. ഇനി അടുത്ത് വരാൻ പോകുന്നത് മെയിനാണോ ഫിസിക്കലാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നമ്മളെന്താണ് പുതിയൊരു ചലഞ്ചിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ തന്നെ 10th ആൻഡ് 12th ലെവൽ മെയിൻസിനുമുള്ള ക്ലാസ്സുകൾ ഇന്ന് മുതൽ എന്താണ് നമ്മുടെ ചാനലിൽ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് GK ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ ഏകദേശം ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ എന്താണ് +2 ലെവൽ പ്രിലിംസിൻ്റെയൊക്കെ സിലബസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സിലബസ് ഇല്ലല്ലോ എന്ന് കരുതി പഠിക്കാതെ ഇരിക്കരുത്. ഇപ്പോൾ 12th ലെവൽ സിലബസ് പോലെ തന്നെയാണ് എന്താണ് ഡിഗ്രി ലെവൽ സിലബസ്, ചെറിയ ചില മാറ്റങ്ങളേ ഉള്ളൂ. അതുപോലെ 12th ലെവലിൻ്റെയും 10th ലെവലിൻ്റെയും മെയിൻസിൻ്റെ സിലബസും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അപ്പോൾ ആദ്യം നമ്മളെന്താണ് +2 നോക്കിയതുപോലെ ഡിഗ്രി സിലബസ് ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം +2 സിലബസ് പോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഡിഗ്രി ലെവൽ സിലബസ് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രി ലെവലാകുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളിലേക്ക് കയറി പഠിക്കേണ്ടത്, അകത്തേക്ക് കയറി പഠിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിഗ്രി ലെവലിലാണ് ആദ്യം തന്നിരിക്കുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇപ്പോൾ നമ്മുടെ +2 പ്രിലിംസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മലയാളം നമ്മൾ +2 പ്രിലിംസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം, അതുപോലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കണം. കേരള ചരിത്രത്തിൽ സാഹിത്യ സ്രോതസ്സുകളെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവും പഠിക്കാനുണ്ട്. ഇന്ത്യയെ പറ്റിയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, കോൺട്രിബ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഇത് +2 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ മിഡീവൽ എന്ന് പറയുന്ന അതുമുതൽ തുടങ്ങുന്നത് മധ്യകാല ഭാരതം, രാഷ്ട്രീയ ചരിത്രം, ഭരണപരിഷ്കാരങ്ങൾ, അതിൻ്റെ സംഭാവനകൾ, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതുപോലെ വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇത് തന്നെയാണ് +2 പ്രിലിംസിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ലോകത്തിൻ്റെ ചരിത്രമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ മഹത്തായ വിപ്ലവം വരുന്നുണ്ട്. ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ വിപ്ലവം, ചൈനീസ് റെവല്യൂഷൻ, ചൈനീസ് വിപ്ലവം വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, ഇപ്പോൾ രണ്ടാം മഹായുദ്ധത്തിന് ശേഷമുള്ള പഠിക്കാനായിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാനായിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന UNO പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ അതിൻ്റെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ പറ്റിയും പഠിക്കാനുണ്ട്. ഇതും
+2 പ്രിലിംസിലുള്ള അതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് ജോഗ്രഫിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഓഷൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്. ഇപ്പോൾ ഇത് തന്നെയായിരുന്നു +2 പ്രിലിംസിൽ നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ വിശേഷതകളും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ഇന്ത്യയെ പറ്റി പഠിക്കാനുള്ള ജോഗ്രഫി പരമായിട്ടുള്ള കാര്യങ്ങൾ. ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. തന്നെയായിരുന്നു +2 പ്രിലിംസിന് നമുക്ക് പഠിക്കുന്നത്. ഇപ്പോൾ +2 പ്രിലിംസ് നന്നായിട്ട് പഠിച്ചവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിച്ചെടുക്കാൻ. ഇപ്പോൾ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നാൽ ഉത്തരമഹാസമുദ്രം, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത അനങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് ഡിഗ്രി ലെവലിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് അതിൽ നോക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എക്കണോമിക്സും സിവിക്സും നന്നായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ എക്കണോമിക്സ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ്. അപ്പോൾ ഇതുപോലെ തന്നെ +2 പ്രിലിംസിലും ഇതുപോലെ തന്നെയായിരുന്നു. അല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപ്പാദനം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക്, പൊതുവരുമാന മാർഗങ്ങൾ, നികുതി ഇതര വരുമാനങ്ങൾ, പൊതുചെലവ്, ബജറ്റ്, സാമ്പത്തിക നയം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു +2 പ്രിലിംസിന്. ഇനി പൊതുഭരണം, സവിശേഷതകളും പ്രവർത്തന രീതിയും, ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, വിവരാവകാശ കമ്മീഷൻ, വിവരാവകാശ നിയമം, ലോക്പാൽ, ലോകായുക്ത, ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ സർക്കാർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ, മനുഷ്യാവകാശങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമവും ചട്ടങ്ങളും, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ. അപ്പോൾ അതാണ് സിവിക്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ +2 പ്രിലിംസിലും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. സിവിക്സിൽ പൗരധർമ്മത്തിൽ ഇത് തന്നെയാണ് ഏതാണ് ഡിഗ്രി ഇതിലും നമുക്ക് ഉള്ളത്. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, അതുപോലെ തന്നെ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. കറണ്ട് അഫയേഴ്സും സിലബസിലുണ്ട്. പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്,
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫംഗ്ഷൻ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ +2 പ്രിലിംസിനും ഇതൊക്കെ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആമുഖം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, പൗരത്വം, ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അടിയന്തരാവസ്ഥ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി സയൻസ് എന്നൊരു വിഭാഗം ബയോളജി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചോദിച്ചിരുന്നു +2 പ്രിലിംസിൽ. പക്ഷേ ലെവൽ പ്രിലിംസിൽ വരുമ്പോൾ അതിലാണ് ചെറിയൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല, ഓരോ വിഷയങ്ങളായിട്ട് എടുത്ത് പറയുന്നില്ല. അതിന് പകരം സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് S&T, നാഷണൽ പോളിസി ഓൺ S&T ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് S&T, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, their activities and contribution of prominent Indian scientists. ഇപ്പോൾ S&T എന്ന് ഉദ്ദേശിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇവിടെ. അതുപോലെ തന്നെ സ്പേസിലെ ഡിഫൻസിലുള്ള ടെക്നോളജീസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ISRO പറ്റി ചോദിക്കുന്നുണ്ട്, സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, DRDO വിഷനെ പറ്റി ചോദിക്കാം, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം. ഇനി എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യാസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസി ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഇൻ ഇന്ത്യ. ഇനി എൻവയോൺമെൻറ്റൽ സയൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്, പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ദ ഇൻ്റർനാഷണൽ ലെവൽ. ഇപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ചെറിയൊരു വ്യത്യാസം +2 പ്രിലിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അതിൻ്റെ കറണ്ട് അഫയേഴ്സും ചോദിക്കും. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി +2 പ്രിലിംസ് പോലെ തന്നെയാണ്. മാനസിക ശേഷി, അതുപോലെ ലഘുഗണിതം, സിമ്പിൾ അരിത്തമെറ്റിക്കും മെൻ്റൽ എബിലിറ്റിയും തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലേതൊക്കെയുണ്ട്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ് ശതമാനം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, ശരാശരിയുണ്ട്, ആവറേജ്, കൃത്യംഗങ്ങൾ, ലാസ് ഓഫ് എക്സ്പോണൻസ്, ജാമീതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. മെൻസുറേഷൻ ചോദിക്കാം, പ്രോഗ്രഷനുകൾ ചോദിക്കാം, പ്രോഗ്രഷൻസ്. പിന്നീട് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്നത് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, നമ്പർ സീരീസ് തന്നെയാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ആൻഡ് മാത്തമാറ്റിക്കൽ സയൻസ്. ഇനി സ്ഥാനനിർണ്ണയ പരിശോധന ചോദിക്കാം, സമാന ബന്ധങ്ങൾ, വേർഡ് അനലോഗി, അതുപോലെ ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി തുടങ്ങിയ കാര്യങ്ങൾ. ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് മാൻ ഔട്ട് ചോദിക്കുന്നുണ്ട്. സംഖ്യാവലോകന പ്രശ്നങ്ങൾ. ഇനി കോഡിങ്, ഡീകോഡിങ് ചോദിക്കും. കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻ, ദിശാബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. ക്ലോക്കിലെ സമയവും, ടൈം ആൻഡ് ആംഗിൾ, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും ചോദിക്കും. ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഇതെല്ലാം +2 പ്രിലിംസ് ചോദിച്ചിരുന്നു. കലണ്ടറും തീയതിയും ചോദിച്ചിരുന്നു, ഡേറ്റ് ആൻഡ് കലണ്ടർ. ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ, ക്ലറിക്കൽ എബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് +2 പ്രിലിംസിനും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ മാത്സിലും വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലും ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ജനറൽ ഇംഗ്ലീഷും ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിലും ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ചോദിക്കും. എഗ്രിമെൻറ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്, ആഡ്വർബ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വർബ്, ആർട്ടിക്കിൾ, അതുപോലെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്, ടാഗ് ക്വസ്റ്റ്യൻ, ഇൻഫിനിറ്റി ആൻഡ് ജെറണ്ട്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. അത് കഴിഞ്ഞ് വൊക്കാബുലറി, സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രൈസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കാം, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസ്,
പ്രോവർബ് ഇൻറ്റു മലയാളം. അപ്പോൾ ഇതിലെ പല ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കാണാനായിട്ട് കഴിയും. പിന്നീട് ചോദിക്കുന്നത് വെച്ചാൽ അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസിനെ പറ്റിയും, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലാസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്. അതാണ് കമ്പ്യൂട്ടർ സയൻസിൽ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ആർട്സ് ആൻഡ് സ്പോർട്സ്, ലിറ്ററേച്ചറിൽ കല, കായികം, അതുപോലെ തന്നെ സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലയിലുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. കലയിൽ വരുന്നതെന്ന് വെച്ചാൽ പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാരെ പറ്റി ചോദിക്കും. കായിക രംഗത്തെ ചോദിക്കുന്നത് വെച്ചാൽ കായിക രംഗത്തെ പ്രധാന ട്രോഫികൾ, കായിക ഇനങ്ങൾ, ബഹുമതികൾ, അവാർഡുകൾ ലഭിച്ചിട്ടുള്ളവർ, കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ഒളിമ്പിക്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സാഹിത്യത്തിൽ വന്നാൽ മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കൃതികൾ, കർത്താക്കൾ, പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ ചോദിക്കാം. എഴുത്തുകാരും തൂലികാനാമങ്ങളും അപരനാമങ്ങളും. തൂലികാനാമങ്ങളൊക്കെ ഒരുപാട് +2 പ്രിലിംസിന് ചോദിച്ചിരുന്നു. കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, അവരുടെ എഴുത്തുകാരൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പ്രധാന അവാർഡുകൾ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതുപോലെ പ്രധാന അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ചാ നാഴികക്കല്ലുകൾ തുടങ്ങിയ കാര്യങ്ങൾ. സംസ്കാരം എന്നാൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് റീജിയണൽ ലാംഗ്വേജിൽ നിന്ന് ക്വസ്റ്റ്യൻ, നമ്മുടെ മലയാളത്തിൽ നിന്ന് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം തുടങ്ങിയ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ +2 പ്രിലിംസിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എല്ലാം കാണാൻ കഴിയും. അപ്പോൾ സിലബസ് വളരെ കൃത്യമായി പഠിച്ചു പോയാൽ നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എന്ത് ചെയ്യുക, ഈ സിലബസ് അനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്യുക, നല്ലതുപോലെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ചോദ്യം. ഇപ്പോൾ ഇംഗ്ലീഷിലാണല്ലോ ഈ സിലബസ് വന്നേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ തന്നെ പഠിച്ചാൽ മതിയാകും. ഇപ്പോൾ ചെറിയ ചില മാറ്റം മാത്രമേ ഏതുള്ളൂ +2 പ്രിലിംസിൽ നിന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ആഴത്തിൽ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ 10th ആൻഡ് 12th വേണ്ടി മെയിൻസിനുമുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരു ചലഞ്ചായിട്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളും ഇംഗ്ലീഷും GK ക്ലാസ്സുകളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നത്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിരുന്നു നമുക്ക്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നദികളാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എല്ലാ യൂട്യൂബ് ചാനലും എന്ത് ചെയ്യുക, കാണുക, നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതിയവരുണ്ട്. അപ്പോൾ അവരെല്ലാം സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന നല്ല യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും കഴിയും. അപ്പോൾ ഈ പ്രിലിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ചാനലിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ കഴിയും. ഒരുപാട് നല്ല യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.